ഹലോ, നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്നെന്താമ്മേ നമ്മുടെ പരിപാടി? കുട്ടികൾ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പെട്ടെന്നുള്ള എളുപ്പത്തിൽ തിരിയാടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പോൾ ഇന്ന് രമേശേട്ടൻ്റെ സിസ്റ്റേഴ്സും അവരുടെ കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഇന്ന് പെട്ടെന്ന് വരുന്നുണ്ട്. അവർ പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു മോഹം അട ഉണ്ടാക്കി കൊടുക്കാൻ. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് അരി വെള്ളത്തിലിട്ട്, ഉണങ്ങലരിയാണ് ഉപയോഗിക്കുക. അത് വെള്ളത്തിലിട്ട് അരച്ചിട്ടൊക്കെയാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് അതിനൊന്നുള്ള സമയമില്ല. അപ്പോൾ അമ്മയുടെ ഒരു ഈസി മെത്തേഡിലുള്ള ഒരു അടയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് അമ്മ അട ഉണ്ടാക്കുന്നത്? അരി ഒരു 4-5 മണിക്കൂർ കുതിർത്തി അരച്ച് നല്ലോണം മയത്തിൽ അരച്ച് നല്ലോണം കനം കുറച്ച് പരത്തിയിട്ടാണ് അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. പക്ഷെ ഇതിപ്പോ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് പാലപ്പത്തിന്റെ പൊടി എടുത്ത് ഇളക്കി കലക്കി അതില് ഒരു ലേശം നെയ്യ് ഒഴിച്ചു തരി ഉപ്പിട്ടു. അങ്ങനെയാണ് എളുപ്പത്തിലുള്ള ഒരു അടയുടെ റെസിപ്പിയാണെന്ന് കാണുന്നത്. സാധാരണ ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊക്കെ അട ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ അട ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ട്, ആ അരച്ച അരിയാണ് നമ്മുടെ ഒരു ഇഡ്ലിയുടെ മാവിൻ്റെയൊക്കെ പോലെ അരച്ചിട്ട് പച്ചരി ദോശമാവിൻ്റെ പോലെ വളരെ കനം കുറഞ്ഞിട്ട് അത് പരത്തിയിട്ടാണ് അട ഉണ്ടാക്കുക. പല സ്ഥലങ്ങളിലും എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് അത് ഈ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അങ്ങനെ പരത്തിയിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് നമ്മളൊന്നും അങ്ങനെയല്ല അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി അരയ്ക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കാരണം അരിപ്പൊടി കലക്കിയിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. അത് വളരെ ഈസി ആയിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അതാണ് ഇന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. ലെമൺ. പിന്നെ അതിന് വേറൊരു ഇതും കൂടിയുണ്ട്. ഇവിടെ കദളിപ്പഴം ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പൊ അതിന് പകരം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പായസത്തിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ പഴമൊട്ട് അവിടെ സെറ്റാക്കി വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ കേടുവരില്ല. അത് ഈ പായസത്തിന് കൊടുക്കാം, അടക്കി കൊടുക്കാം. അങ്ങനെയാണ്. അത് അങ്ങനെ കുട്ടികൾക്ക് തിന്നാനും ഇഷ്ടാവും. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അത്. അതും കൂടി നമ്മൾ ഇതിലിടുന്നുണ്ട് അല്ലേ? അത് നാളികേരം ചെറിയ എളുപ്പത്തില് ഈ കൂട്ടുകൾ കൂട്ടിയാൽ മതി. ശർക്കര പോണെങ്കിൽ ലേശം ശർക്കര കൂടിയും കൂട്ടാം. എന്നിട്ട് അരിയാണ് പരത്തി അടയുണ്ടാക്കുക. ഇല വാട്ടുക, എളുപ്പത്തിൽ പണി കഴിക്കാം. അമ്മയുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള പലഹാരപ്പണിയാണ് അട ഉണ്ടാക്കല്. എപ്പോഴും ആരും വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട്, എനിക്കൊക്കെ കുറച്ച് അട ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാക്കുന്നെങ്കിലും അമ്മയ്ക്ക് അതൊന്നുമല്ല. അമ്മയ്ക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പലഹാരപ്പണിയാണ്. ഈ കദളിപ്പഴത്തിന്റെ ഈ കൂട്ട് എപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവും. അപ്പൊ അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. അത് ശരിയാണ്, ഏലക്കായൊന്നും കൂട്ടാൻ ശരിയല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ ഈസി ആയിട്ട് അമ്മ എങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പൊ ആദ്യത്തെ പരിപാടി ശർക്കര ഉരുക്കലാണ്. എത്ര അച്ച് ശർക്കരയാമേ? 6 അച്ച് ശർക്കര. മധുരമൊക്കെ അവനവന്റെ സൗകര്യം പോലെ. അവനവന്റെ സൗകര്യം പോലെ അല്ലേ? നല്ലോണം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഓക്കെ. ഉള്ളവർക്ക് അമ്മ ശർക്കര ഉരുക്കാണ്. എന്നെ രാവിലെ തന്നെ പട്ടിപ്പണി എടുപ്പിക്കണം അച്ഛനും അമ്മയും. ഞായറാഴ്ച രാവിലെ നീട്ട് തണ്ണിമത്തം പോലെയുള്ള തേങ്ങ നാളികേരം ഇവിടെ ചെരുകി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇത് 2 നാളികേരമാണുള്ളത്, 2 വലിയ നാളികേരം. 6 അച്ച് ശർക്കരയാണ് ഒരു കനിട്ടിട്ടുള്ളത്. അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അമ്മ ഇതിലൊരു 2 സ്പൂണ് നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കണത് വെറുതെ കുറച്ച് ഒരു സ്വാദുണ്ടാവാൻ, അടിയിൽ പിടിക്കാതിരിക്കാം. ഇത്രയും കുറച്ച് വെള്ളം മതി അല്ലേ? കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട. ഓക്കെ. 2 ടേബിൾ സ്പൂൺ വെള്ളം, 2 ടേബിൾ സ്പൂൺ. ഓക്കെ. അപ്പോൾ ദൂരിക്കട്ടെ. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും ശർക്കരയും നാളികേരവും മാത്രമല്ലേ അമ്മ ഇടുള്ളൂ? അല്ല, നേന്ത്രപ്പഴവും കദളിപ്പഴവും ഉപയോഗിക്കാറുണ്ട്. അതെയാ? പൂജയുടെ ആവശ്യങ്ങൾക്കൊക്കെ. മറ്റു പഴങ്ങളൊന്നും എടുക്കില്ല. നമ്മള് ഏലക്കാപ്പൊടി അങ്ങനെയൊന്നും ഇടില്ലല്ലോ? ഏലക്കാപ്പൊടിയൊന്നും ഉപയോഗിക്കില്ല. അതെ, ഏലക്കൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പണ്ട് കാലങ്ങളിൽ ഏലക്കൊന്നും ഉപയോഗിക്കില്ല. ഓ, അത് ശരി. ഓക്കെ. ഓക്കെ. അപ്പം നമ്മളിതിൽ സാധാരണ ശർക്കരയും നാളികേരവും
അതുപോലെ നേന്ത്രപ്പഴം, നേന്ത്രപ്പഴമോ കദളിപ്പഴമോ. കദളിപ്പഴമോ ഇതിലത്തെ ഏതെങ്കിലും ഒന്നാണ് ഇടാറുള്ളത്. അത് എല്ലാവരും പഴം ഇടില്ല, അല്ലെങ്കിൽ കദളിപ്പഴം ഇട്ടാൽ ഒരു ശർക്കരയുടെ കുത്ത് കുറയും. ശർക്കരയ്ക്ക് ചില ശർക്കരയ്ക്ക് ഉപ്പ് അല്ലാണ്ട് ഒരു കുത്തൊക്കെ ഉണ്ടാവില്ല. അതൊന്ന് മയപ്പെടുത്താൻ ഏറ്റവും നല്ല സാധനമാണ് കദളിപ്പഴം. ഓ അത് ശരി. മറ്റു പഴത്തിനേക്കാളൊക്കെ ശക്തി കദളിപ്പഴം. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കദളിപ്പഴം ഉണ്ടോ? ഞാൻ മുമ്പേ ഇവിടെ കദളിക്കൊല പഴുത്തപ്പോൾ കുറച്ച് കദളിപ്പഴവും ശർക്കരയും കൂടി കൂട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെയാ? അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും കുട്ടികൾ വരുമ്പോൾ അവിടെ ഉണ്ടാക്കുമ്പോൾ അത് കൂട്ടാം, അത് കേടുവരില്ല. ഇവിടെ ഞങ്ങൾക്ക് കദളി വാഴയുണ്ട്. കദളിപ്പഴം കിട്ടുമ്പോൾ നമ്മളതിൽ കുറച്ച് ഭഗവാനെ നീതിക്കാൻ കൊടുത്ത് ബാക്കി അമ്മ ഇവിടെ ശർക്കര കൂട്ടിയിട്ട് വരട്ടിയിട്ടല്ല ഇങ്ങനെ വേവിച്ച് വെക്കും. അപ്പോൾ അട ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഒക്കെ അമ്മ ഇടാറുണ്ട് അല്ലേ? അടയിലും പായസമായാലും അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. ഒരു മണോ ഒരു സ്വാദോ അതൊക്കെ തന്നെയാണ്. ഒരു നൂൽപ്പരിവാവണം, അല്ലെങ്കിൽ അത് വെള്ളം ഇതായാലും കൂടി അത് ശർക്കര നാളികേരത്തിട്ടാണ് ഒട്ടുണ്ട. ഒറ്റ നൂൽപ്പരിവം ആയിട്ടുണ്ട്. നാളികേരിടാം. അമ്മയ്ക്ക് ഒക്കെ ഒരു കൈയളവാണ്. രണ്ട് വലിയ നാളികേരങ്ങളാണ് ചിരകിണ്ടായിരുന്നത്. അത് മുഴുവൻ വേണ്ടി വരില്ല അല്ലേ അമ്മേ? ഇതൊക്കെ ഇത് ഞാൻ കദളിപ്പഴം ശർക്കരയും കൂടി കുറേ ദിവസം മുമ്പ് ഇറക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതും കൂടിയും ചേർത്തു. അതും കൂടി ചേർക്കാം. കുട്ടികൾ വരുമ്പോൾ അടയുണ്ടാക്കലാണ് അമ്മയുടെ പ്രധാനപ്പെട്ട ഈസി ആയിട്ടുള്ള പലഹാരപ്പണിയാണ് അമ്മയുടെ അടയുണ്ടാക്കൽ. അപ്പോൾ അമ്മ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചതും കൂടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക മണവും സ്വാദും തന്നെയാണ് കദളിപ്പഴം ചേർക്കുമ്പോൾ. ഞാൻ ഇളക്കാമേ. ഇത്ര നാളികേരം ബാക്കി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു കാൽ മുറിയുടെ, ഒരു മുറിയുടെ പകുതി മുറിയുടെ എന്ന് പറയുന്നത് വെച്ചാൽ കാൽ നാളികേരത്തിൻ്റെ ബാക്കി വന്നിട്ടുണ്ടാവും. കാരണം അത് വലിയ നാളികേരമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, 2 എണ്ണം. അത് കാരണമാണ് ഇത്രയും അധികം നാളികേരം ബാക്കി വന്നത്. ഇതാ ഇങ്ങനെ ഒരു പരുവമായിട്ടുണ്ട്. ഞങ്ങളിതിൽ ഏലക്കായൊന്നും ഇടാറില്ല. സാധാരണ നാളികേരം, ശർക്കര, അതുപോലെ പഴം എന്ന് പറഞ്ഞാൽ കദളിപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം, ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇതിൽ ചേർക്കാറുള്ളൂ. ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് അട. സാധാരണ അട ഉണ്ടാക്കാൻ നമ്മൾ പച്ചരിയാണ് എടുക്കാറുള്ളത്. പച്ചരി ഒരു 2-3 മണിക്കൂർ മുന്നേ കുതിർത്ത് അരച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ അട. പലതരത്തിൽ അട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നമ്മളത് വിരകിയിട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ കലക്കി ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാക്കും. കാരണം അമ്മ ഈ അരിപ്പൊടി വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. സാധാരണ എന്താ അരി എടുക്കലമ്മേ? ഉണക്കലരി, പച്ചരി അല്ല ഉണക്കലരിയാണ്. അപ്പൊ ഇതെന്താ അമ്മ ചെയ്യണത്? നല്ലോണം ഒരു 4-5 മണിക്കൂർ കുതിർത്തി നല്ലോണം മിനുസായിട്ട് അരക്കണം. എത്ര അരയ്ക്കാൻ പറ്റുമോ അത്രയും മിനുസാവണം. വെള്ളം എന്നിട്ട് ഇത്തിരി കുറച്ച്, എന്നിട്ട് പിന്നെ അത് കലക്കി. ഇതിപ്പോ അമ്മ എന്താ ഇതിപ്പോ അരിപ്പൊടിയാണ് എടുക്കണ എളുപ്പത്തിന് സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പാലപ്പം അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ പൊടി. ഇത് ഡബിൾ ഹോഴ്സ് ആണ്. അങ്ങനെ ബ്രാൻഡ് സ്വാദ് കൂടുതൽ മറ്റു തന്നെയാണ്, അരി അരച്ചത് അല്ലേ? അരച്ചത് തന്നെയാണ്. ഇത് അമ്മയുടെ എളുപ്പപ്പണിയാണ്. വെള്ളത്തിന് കലക്കി കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതിൽ നെയ്യ് ഒഴിക്കുമോ? ഉപ്പ് നെയ്യ് ഒഴിക്കണത് എന്താന്ന് വെച്ചാൽ ഇലയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാം. ഓ അത് ശരി. നമ്മള് അല്ലെങ്കിൽ നടുക്കിൽ ഇത് ഒഴിച്ചിട്ട് ഇതാവുമ്പോ അത് എല്ലാം മലച്ചു പോരും. ഓ അത് ശരി. അത് ചെയ്യാണ്ടിരിക്കാനാണ്. അതിന് അളവുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര വേണമെച്ചാൽ കലക്കാലോ അല്ലേ? എത്ര ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നെയ്യും. നമ്മൾ അരച്ച അരിയാവുമ്പോ നല്ലോണം കനം കുറഞ്ഞിരിക്കും അരിമാവ്. ഇതാവുമ്പോ അത്ര കനം കുറയ്ക്കാൻ പറ്റില്ല. ഓ അത് ശരി. ഇങ്ങനെ ഒരു ഇതുണ്ട്, അരിക്ക് ഇത്തിരി കനം വരും. അല്ല, ഇലയട എന്ന് പറഞ്ഞിട്ടേ പല സ്ഥലങ്ങളിലും ഇത് കുഴച്ച് നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ കുഴച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലേക്കൊന്നും അങ്ങനെയല്ല. കലക്കി അത് മാവ്, അരിമാവിൻ്റെ പോലെ, നമ്മൾ ദോശമാവ് പോലെ കലക്കി അത് പരത്തി അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഉപ്പ്
കുറച്ച് ഉപ്പ് അല്ലേ? കുറച്ച് ഉപ്പേ വേണ്ടു. പിന്നെ നെയ്യ് ഒഴിക്കണ്ടേ? 2 സ്പൂണ് നെയ്യ് ഒഴിക്കാം. ഓക്കെ. സ്പൂണ് ചെറുതോ? കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അരിപ്പൊടി ആയ കാരണം ഇത്രയേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അരി അരച്ചതാണെങ്കിൽ നല്ലോണം കഷ്ടി ദോശമാവ് പോലെ പരത്താൻ പറ്റും. ശരി. ഇത് പൊടി ആയ കാരണം ഇത്രയേ പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അരി പൊടി അരച്ചതാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടാം. അതെ അല്ലേ? പൊടിയാവുമ്പോൾ ഇത്രയേ പറ്റുള്ളൂ എന്ന്. ഇല വാട്ടി തുടച്ച എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അട പരത്താൻ തുടങ്ങാം. അരിമാവ് പരത്താൻ പോവാണ്. ഇങ്ങനെയാണ് അരിമാവ് പരത്തണത്. അരിയുടെ കനം വളരെ കുറവിലാണ് പരത്താല്ലേ? ഇങ്ങനെ അത് മുഴുവൻ പരത്തട്ടെ കേട്ടോ. പരത്തി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എത്ര ഉണ്ടായിരുന്നു. കനം നല്ലോണം മാക്സിമം കനം കുറച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഇത്രയും എണ്ണത്തിലേക്കാണ് ആ കലക്കിയിട്ടുണ്ടായത്. ഇത് 25 എണ്ണം ഉണ്ട്. 25 എണ്ണം പരത്താനുണ്ടായിട്ടുള്ളത്. അമ്മ എൻ്റെ അടുത്ത് 25 എണ്ണം തന്നെയാണ് പറഞ്ഞത്. 25 എണ്ണം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണ എക്സ്ട്രാ 2 എണ്ണം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ച്. അമ്മയുടെ കണക്ക് കറക്റ്റായി. എന്താ അമ്മയെ പണ്ട് പറയാ, ഇല കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൂജകൾക്കൊക്കെയാണ് ഉണ്ടാക്കുക സാധാരണ. ഇല ഗണപതി ഹോമത്തിന് അല്ല, ചതുർത്ഥി ഗണപതി, വിനായക ചതുർത്ഥിക്ക്, മീനമാസത്തിൽ പൂരം ഗണപതിക്കൊക്കെ ഇല കൂടിയാൽ പിന്നെ ഉണ്ടാവണ കുട്ടികൾ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം അട ഉണ്ടാക്കുക. പൂജയുടെ സമയങ്ങളിലാണ്. അന്ന് രാവിലെ ഉണ്ടാക്കുള്ളൂ, തലേദിവസം ഉണ്ടാക്കില്ല. വെളിച്ചാകുമ്പോൾ നേരത്തെ പൊളിച്ചു വന്ന് നാളികേരം ചെരുകി അരി പൊടിച്ചു വെക്കും. എന്നിട്ട് വെളിച്ചാകുമ്പോൾ പൊളിച്ചു വന്ന് നാളികേരം ചെരുകി ശർക്കര ഒരുക്കി അപ്പം അങ്ങോട്ട് ഉണ്ടാക്കുക. പൂജകൾക്കൊക്കെ തലേദിവസം ഒന്നും ഉണ്ടാക്കി വെക്കില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോ ഇല അധികം, വാടിയ ഇല അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജനിക്കുന്ന ആ ഇല്ലത്ത് അല്ലെങ്കിൽ ആ വീട്ടില് പിന്നെ ജനിക്കുന്ന കുട്ടി പെൺകുട്ടി ആയിരിക്കുന്നത് പറയുന്നു പണ്ട്. ശാസ്ത്രം പറയില്ല, ശരിയൊന്നുമില്ലാട്ടോ അതൊക്കെ പറയുന്നത്. നന്നായി ഞാൻ ജനിക്കണം. എന്റെ മുമ്പ് അമ്മോട് പറയാത്തത്. അമ്മക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു ഞാൻ പെൺകുട്ടിയാണെന്ന്. വെറുതെ അല്ല, എനിക്ക് അട ഇഷ്ടല്ലാത്ത. അവിടുത്തെ എന്റെ കുട്ടി ആദ്യത്തിന് പെൺകുട്ടിയായിരിക്കും. ഇനി അടുത്തത് ഉണ്ടാവാൻ അടിപൊളി. അമ്മയുടെ മോഹം അങ്ങനെയെങ്കിലും തീരട്ടെ. പരത്തി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ നാളികേരത്തിന്റെ കൂട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇല മടക്കി നമ്മളത് വേവിക്കാൻ വെക്കണം. ഉള്ളിലോട്ട് ഇടുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ നമ്മട്ടോളൂ ഇതാക്കി കൊടുക്കും. ഞാൻ കുറച്ച് കുറച്ചായിട്ട് നമ്മള് എപ്പോഴും ഈ മടക്കുന്ന ഭാഗത്ത് ഇവിടെയാണ് ഇലയുടെ കടയുടെ അവിടെയാണ് നാളികേരം വെക്കുക. ഇതെ ഇങ്ങനെയാണ് നാളികേരം വെക്കുക. എന്നിട്ട് പകുതിയാണ് പരത്തുക. അപ്പൊ ഞാൻ നാളികേരം എല്ലാവരും കൊടുക്കുക. അപ്പൊ ഇപ്പുറത്ത് വെച്ചാ എന്താ പ്രശ്നം? ഒന്നുമില്ല, നടുവിലാണ് മടക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് വെക്കുക. ഇഷ്ടം പോലെ. പണ്ടൊക്കെ അട ഉണ്ടാക്കുമ്പോ ഏറ്റവും വലിയ പരിപാടി ഇതെടുത്ത് തിന്നലാണ്. ഈ ഒരു കൂട്ട് തിന്നാനാണ്. അയ്യോ എനിക്കിപ്പോ വേണ്ട. നിന്റെ പോലെ ഒന്നല്ല, ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴത്തേനൊക്കെയാണ് ആകെ കിട്ടുന്ന പലഹാരമാണ് ഇതൊക്കെ. എല്ലാത്തിലും കുറച്ച് ഇനി എല്ലാതും ഇത്രേ ബാക്കിയുള്ളൂ. അല്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാവരും കൂടിയിട്ടാണ് ഇടാം. ബാക്കിയുള്ളത് ബാക്കിയുള്ളത് തൊട്ടേക്ക്. അല്ല അതേ ഒരെണ്ണത്തിലായിട്ടില്ല, അറ്റത്തിലെ. അപ്പൊ കറക്റ്റായി. എല്ലാം കറക്റ്റായി. എലിയും തൊട്ട് വെക്കാനില്ല. ആദ്യത്തിന് ടെൻസാണ് അടുത്തത്. പേടിപ്പിക്കല്ലേ. മാങ്ങ പൊട്ടിച്ച് വന്ന അച്ഛൻ
മാങ്ങ ഡെലിവറിക്ക് പോകണം. ബാക്കിയുള്ളത് ഇതാ നമുക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര മധുരം. അയ്യോ വേണം ഭയങ്കര ഇതിലേറെ ഉണ്ടാവാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലൊന്നും തിന്നാൻ പാടില്ല, പൂജയ്ക്കല്ലോ വെച്ചിട്ടാ. പണ്ട് ഞാൻ പൂജയുടെ സമയത്ത് ഞാൻ കട്ട് നിന്നിട്ടില്ലേ എന്താ പായസം. പക്ഷെ ഞാൻ ചെറുപ്പറിഞ്ഞില്ലേ. ഇങ്ങനെയാണ് ഇല അട മടക്കുക. പകുതി വരെ നമ്മളിതിൽ വെക്കും. എന്നിട്ട് ഇതിങ്ങനെ മടക്കി 2 സൈഡും ഇങ്ങനെ ചുരുട്ടും. 2 സൈഡായിട്ട് ഇങ്ങനെ ചുരുട്ടി ഇത് ഒന്ന് ഇങ്ങനെയും കൂടി മടക്കി വെക്കും. ഇങ്ങനെയാണ് ഇല മടക്കുക, ഇലയുടെ മടക്ക്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ നാളികേരത്തിൻ്റെ കൂട്ടാക്കും. എന്നിട്ട് നടുവിൽ ഇങ്ങനെ മടക്കും. അപ്പോൾ എല്ലാ സൈഡിലും നാളികേരത്തിൻ്റെ കൂട്ടായില്ലോ. എന്നിട്ട് നമ്മൾ ഈ സൈഡ് രണ്ടും ഇങ്ങനെ ചുരുട്ടി വെക്കും. എന്നിട്ട് നടുവിൽ ഇങ്ങനെ ഒരു മടക്കും കൂടി. അപ്പോൾ ഇതാണ് ഇലയുടെ ഷേപ്പ്. ബാക്കി കൂടി മടക്കട്ടെ കേട്ടോ. ആണ് അട ഉണ്ടായിട്ടുള്ളത്. ഒരു 25 എണ്ണം ഉണ്ടാവും ഇതിൽ. ഇനി നമുക്കത് വേവിക്കാൻ വെക്കണം. ഇഡ്ഡലി തട്ടിലാണ് വേവിക്കാൻ വെക്കണത്. അതിങ്ങനെ റൗണ്ടായിട്ടാണ് വയ്ക്കുക. കടുക്കൽ വെള്ളം ഒഴിക്കാൻ പാടില്ലാവണമെന്ന് പറയാം. ഓ ശരി. നാഴി അരിക്ക് നാഴി വെള്ളം എന്നാ. നാഴി അരിയുടെ പൊടി ഉണ്ടെങ്കിൽ നാഴി വെള്ളം ഒഴിച്ചാൽ. നാളി വെള്ളം തിളച്ച് വറ്റുന്ന സമയം കൊണ്ട് അട വെന്തുണ്ടാവും അല്ലേ? ഓ അത് ശരി. അങ്ങനെ കണക്കൊക്കെ ഞാൻ കാണുവാണെങ്കിൽ ഇത് പറ്റാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വല്ലാണ്ട് അമ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പാതിരിക്കാൻ വേണ്ടിട്ട് അണ വയ്ക്കാം അല്ലേ? രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. തിളച്ച് വന്നു തുടങ്ങിയിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇലയൊക്കെ വാടിയിട്ടുണ്ട്, മിക്കവാറും വെന്തിട്ടുണ്ടായിരിക്കും. ഒരെണ്ണം എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കി നോക്കട്ടെ. ഇത് കണ്ടോ ഇങ്ങനെ അടർന്ന് പോകുന്നുണ്ട് വെച്ചാൽ കറക്റ്റാണ് അതിൻ്റെ വേവ്. അപ്പോൾ ഒരു 20 മിനിറ്റാണ് നമ്മൾ 22 മിനിറ്റോളമാണ് അത് വേവിച്ചിട്ടുള്ളത്. കറക്റ്റ് വേവാണ്. നമുക്ക് എല്ലാം എടുക്കാം. ഇത്രയും അടയാണ് ഉണ്ടായിട്ടുള്ളത്. 25 അടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 25 അട ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം എടുത്ത് തുറന്ന് കാണിച്ചാലേ. നമ്മളതിങ്ങനെ തുറക്കുമ്പോൾ അടർന്നിങ്ങനെ അട സെപ്പറേറ്റും ഇലയുടെ മുകളിൽ പറ്റി പിടിക്കാതെ പോരും. ഇതുണ്ടല്ലേ, നമ്മൾ ഇത് അരിപ്പൊടി ആയത് കാരണമാണ് ഇതിലിങ്ങനെ വെള്ള നിറത്തിൽ നിൽക്കണേ. നമ്മൾ അരി അരച്ചതാണെങ്കിൽ ഇങ്ങനെ വെള്ള നിറത്തിൽ ഇത് പാടുണ്ടായിരിക്കില്ല. മുഴുവൻ ഇങ്ങനെ ഈ ഒരു കളറാണ് ഉണ്ടാവുക, ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല അടയാണ്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം കേട്ടോ. മനുഷ്യരുടെ ഓപ്പിളും അനിയത്തിയും അവരുടെ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും വീട്ടിലൊരു ദിവസമാണെന്ന്. അപ്പോൾ കുറച്ച് പേര് എത്തി. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങുകയാണ്. അടയുണ്ട് കഴിക്കാൻ, പിന്നെ അച്ചപ്പവും അതുപോലെ പരിപ്പുവടിയും ഒക്കെ ഉണ്ടായിരുന്നു. അട കഴിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് ഓപ്പിളുടെ പേരക്കുട്ടിയായിട്ടുള്ള ശ്രീരാമൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അടയുടെ ടേസ്റ്റ് നോക്കണത് ശ്രീരാമനാണ്. ശ്രീരാമ കഴിച്ചു നോക്കി നോക്കൂ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ. മുത്തശ്ശി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ? ഓക്കെ. എല്ലാവരും കൂടി കൂടുമ്പോൾ നമുക്കും പ്രത്യേക ഒരു എനർജിയും സന്തോഷമൊക്കെ അല്ലേ. അപ്പോൾ ഞാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള അട. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.